ജുവനൈൽ പ്രമേഹബാധിതരായ കുട്ടികളുടെ സാമൂഹിക സുരക്ഷാ മിഷനായി മിഠായി പദ്ധതിയിൽ കോടികൾ നഷ്ടപ്പെടുത്തിയെന്ന പരാതിയിൽ അന്വേഷണം നടത്താൻ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. സംഭവത്തിൽ സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ രംഗത്തെത്തി. പദ്ധതിയുമായി ബന്ധപ്പെട്ട് 10.54 കോടി രൂപ ചിലവഴിച്ചില്ലെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. ആയിരക്കണക്കിന് കുട്ടികൾ ഇൻസുലിൻ പമ്പ്, CGM പോലുള്ള ചികിത്സാ ഉപകരണങ്ങൾ ലഭിക്കാതെ ദുരിതമനുഭവിക്കുമ്പോഴാണ് അനുവദിച്ച തുക പോലും വിനിയോഗിക്കാതെ ഉദ്യോഗസ്ഥർ നഷ്ടപ്പെടുത്തിയതെന്നാണ് പരാതി. 2017-18 സാമ്പത്തിക വർഷം മുതൽ 2023-24 സാമ്പത്തിക വർഷം വരെ പദ്ധതിക്കായി വകയിരുത്തത് 24 കോടി രൂപയാണ്. എന്നാൽ 2024 ജനുവരി 25 വരെ ചിലവിട്ടത് 13.45 കോടി രൂപ മാത്രമാണെന്നാണ് പരാതിയിൽ പറയുന്നത്. ആ പദ്ധതി പ്രകാരമുള്ളതിൽ 10.54 കോടി രൂപ നിലവിൽ നഷ്ടപ്പെട്ടു പോയ ഒരു വിവരമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നമുക്കറിയാൻ കഴിഞ്ഞത്. ആയിരക്കണക്കിന് കുട്ടികൾ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് കിട്ടാത്ത അവസ്ഥയിൽ, അതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്തും കിട്ടാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഈ തരത്തിലുള്ള ഒരു നഷ്ടപ്പെട്ടു പോകലിന് വഴിതെളിച്ചിരിക്കുന്നത്. ഈ തുക നഷ്ടമാക്കിയതിനെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് യുവമോർച്ചയുടെ തീരുമാനം. കേരള മെഡിക്കൽ കോർപ്പറേഷനിൽ നിന്ന് മരുന്നുകളും ഉപകരണങ്ങളും ലഭ്യമാക്കുന്നതിലുണ്ടാവുന്ന കാലതാമസമാണ് ഫണ്ട് വിനിയോഗം കുറയാൻ കാരണമായി പറയുന്നത്. ടെൻഡർ നടപടികളിലെ താമസവും മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാർച്ചിൽ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. ജനം, കോഴിക്കോട്.